പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് 1000 നന്ദി. എൻ്റെ പേര് ഡോക്ടർ ലിജ മെറിൻ ജോസഫ്. ഇതെൻ്റെ ഹസ്ബൻഡ് സോജറ്റ് സെബാസ്റ്റ്യൻ. ഇതെൻ്റെ ആൻറ്റി മരിയ ജേക്കബ്. ആൻറ്റി കാനഡയിൽ നിന്നാണ്. ഞാൻ ഇപ്പോൾ കുറിച്ചി സെൻറ്റ് ജോസഫ് ഇടബയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി കേൾക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ചമ്പക്കുളം സൈഡിൽ നിന്നാണ്. ഞാൻ കല്യാണം കഴിച്ചേക്കുന്നതാണ് കുറിച്ചിയിൽ. ഇന്നലെയായിരുന്നു എൻ്റെ വിവാഹം. ഞങ്ങളുടെ അവിടെ കൃപാസനത്തിൻ്റെ പത്രമൊക്കെ ആളുകൾ വെക്കാറുണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ വീട്ടിലും കൊണ്ട് വെക്കാറുണ്ട്. പക്ഷെ ഞാൻ എല്ലാ ധ്യാന കേന്ദ്രത്തിലും ഒക്കെ കിട്ടുന്ന പാംലെറ്റ് പോലെ വല്ലതും ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ അധികം ശ്രദ്ധിക്കാറൊന്നുമില്ലായിരുന്നു. ഒരിക്കലും എൻ്റെ ഇവിടെ വരുന്നതിന് മുന്നേ എൻ്റെ ആൻറ്റി, എൻ്റെ മപ്പായുടെ മൂത്ത സഹോദരി ഒരു ദിവസം വന്നിട്ട് എന്നോട് ഇങ്ങനെ കൃപാസനത്തെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അവിടെ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോഴാണ് ഈ കൃപാസനത്തിൻ്റെ ഈ വിശുദ്ധിയെ പറ്റിയൊക്കെ ഞാൻ കൂടുതലായിട്ട് അറിയുന്നത്. അപ്പോൾ എനിക്കിവിടെ വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ഡീറ്റെയിൽ ഒരു ഒരുക്കമില്ലാതെ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, നന്നായി കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ട് വേണം നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നല്ലതായിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങി കുർബാനയൊക്കെ കൂടി അന്ന് നവംബർ 3, 2023 ഉടമ്പടി ജീവിതം ആരംഭിക്കുന്നത്. അന്ന് ഞാൻ വരുമ്പോൾ എനിക്ക് വരുമ്പം ജോലിയില്ലായിരുന്നു. ഞാൻ പാസ് ഔട്ട് ആവുന്നതിന് മുന്നേ ഞാൻ ഡെൻറ്റിസ്റ്റായിട്ട് ഇൻറ്റേണായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പലയിടത്തും ഇങ്ങനെ ജോലിക്ക് വേണ്ടി സ്റ്റാർട്ടിംഗ് ആയിട്ട് ഇങ്ങനെ അന്വേഷിക്കുമായിരുന്നു, ഒരു ഇൻറ്റേൺഷിപ്പ് പോലെയെങ്കിലും. പിന്നെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഓരോരുത്തടത്തും ചെല്ലുമ്പം എനിക്ക് മെറിറ്റുണ്ട്, മാർക്കുള്ള ആളാണ്. പക്ഷെ ഞാൻ ഈ ഉള്ള എല്ലാ എൻ്റെ മാർക്കും ഒക്കെ വെച്ച് പല ക്ലിനിക്കിലും പോയിട്ട് ചോദിക്കുമ്പം എല്ലാവരും റിജക്ഷനാണ്. ഒന്നില്ലെന്നുണ്ടെങ്കിൽ അവർ പറയും ഇനി PGക്ക് പ്രിപ്പയർ ചെയ്തോളൂ, അതല്ലെന്നുണ്ടെങ്കിൽ പറയും ഞങ്ങൾക്ക് ഇവിടെ ഓൾറെഡി വേക്കൻസി ഇല്ല. ഞാൻ വിചാരിച്ച് ജോലി കിട്ടാൻ എളുപ്പമായിരിക്കും മാർക്കുള്ളത് കൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ആലപ്പുഴ കോട്ടയം ഏരിയയിൽ ഞാൻ നടന്ന് എന്ന് റിസപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ CV. പക്ഷേ ഞാൻ ചിലരൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ CV ചുരുട്ടിക്കൂട്ടി കളയുന്നത് വരെ. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ഞാൻ അതാണ് ആദ്യമായിട്ട് എൻ്റെ നിയോഗമായിട്ട് വെച്ചത്, എനിക്കൊരു ജോലി കിട്ടണം. കാരണം ആ സമയത്ത് കോവിഡൊക്കെ കന്നു കഴിഞ്ഞിട്ട് എൻ്റെ അപ്പൻ്റെ ജോലിയൊക്കെ പോയിട്ടിരിക്കുകയായിരുന്നു. സോ സാമ്പത്തികമായിട്ട് ലിറ്റിൽ ബിറ്റ് ടൈറ്റായിരുന്നു. അപ്പോൾ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തെടുത്തൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണെന്നറിയത്തില്ല, ഒരാൾ മുഖേന ഇവിടെ ഉടമ്പടി എടുത്ത് നവംബർ 3 എടുത്തു. ഒരു നവംബർ ലാസ്റ്റൊക്കെ ആയപ്പം ഒരു അങ്കിള് പറഞ്ഞു, എൻ്റെ പപ്പയുടെ ഒരു റിലേറ്റീവാണ്, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു എവിടെയെങ്കിലും ജോലിയുണ്ടോ. അപ്പം ഞാൻ വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം ഇത്രയും ക്ലിനിക്ക് ഞാൻ നേരിട്ട് പോയി എൻ്റെ CV എല്ലാം കൊടുത്തിട്ട് രക്ഷയില്ല. പിന്നെ അങ്കിള് പറഞ്ഞിട്ട് കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല, കാരണം പരിചയമില്ലാത്ത ഒരാളെ എങ്ങനെ എടുക്കുന്നത്, അല്ല നേരിട്ട് കാണണ്ടേ. അപ്പം ഡിസംബർ 6 അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഇന്ന സ്ഥലത്തൊന്ന് വരണം, ഒരു ഡോക്ടർ നിന്നെ ഒന്ന് അന്വേഷിച്ചു, ഒന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ പോലാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഡിസംബർ 7 അതായത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം. അന്ന് ഞാനും എൻ്റെ പപ്പായും കൂടെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് ചൊല്ലി. ഞാൻ സാധാരണ അതുമാത്രം ചൊല്ലും, ഈ വീഡിയോ കാണാറില്ല. അന്ന് യൂട്യൂബിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ രാവിലത്തെ പ്രാർത്ഥന ഇടാറുണ്ട്. ഞാനത് പോരുന്ന വഴി, എനിക്ക് കോട്ടയം ഞാലിയാങ്കുഴിയിലായിരുന്നു ക്ലിനിക്ക്. അപ്പം ഞാൻ അവിടെ പോകുന്ന വഴി പ്രാർത്ഥന കണ്ട് കൊന്ത ചൊല്ലി ബൈബിൾ എൻ്റെ ഫോണിലുണ്ട് ആപ്പായിട്ട്, അതിൽ വായിച്ച് അങ്ങനെയാണ് ഞാൻ വന്നത്. ചെന്നിട്ട് ഞാൻ കുറേ CV എൻ്റെ ഇതുവരെ ക്ലിനിക്കലിൻ്റെ മാർക്ക് അതൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ഡോക്ടർ എൻ്റെ ഇതൊന്നും മേടിച്ചില്ല. എന്നോട് ആകെ ചോദിച്ചത് കൊച്ചിൻ്റെ പേരെന്താ, കൊച്ച് ഏത് ഇയറാണ് പാസ് ഔട്ടായി, എത്ര മാർക്കുണ്ടെന്നോ ഒന്നും ചോദിച്ചില്ല, ഏതൊക്കെ ലാംഗ്വേജ് അറിയാം, ഇത്ര മാത്രം ചോദിച്ചു. പിന്നെ വീട്ടിൽ നിന്ന് പോരുന്നതിന് മുന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഉടമ്പടി ഉപ്പും തൈലം ഞാൻ നെറ്റി പുരട്ടിയിരുന്നു. പിന്നെ എൻ്റെ കൂടെ എപ്പോഴും കാശുരൂപമുണ്ട്. അപ്പോൾ ഉപ്പിട്ടിട്ടാണ് ഞാൻ ആ ക്ലിനിക്കിലോട്ട് കയറുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം അമ്മ എന്നോട് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ വീടിൻ്റെ വാതിക്കൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു, എനിക്ക് നന്നായിട്ട് ആ ശബ്ദം കേൾക്കാം, പോയി നിൻ്റെ അലമാരിയിലിരിക്കുന്ന വൈറ്റ് കോട്ടും കൂടെ എടുത്തിട്ട് പോകാൻ പറഞ്ഞു. ഞാനോർത്ത് എന്തിനാ ഈ വൈറ്റ് കോട്ടൊക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എടുക്കുന്നതെന്ന് ഓർത്തു. അപ്പോഴത്തേക്കും പിന്നെ ആരോ പറഞ്ഞു ഒരു പേനയും കൂടെ എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ റൂമിൽ പോയി, ഞാൻ ആ അലമാരിയിൽ എന്നോ വെച്ച കോട്ടാണ്, പുതിയതായിട്ട് പണ്ടപ്പോഴോ മേടിച്ച് വെച്ചതാണ്. പുതിയ കോട്ട് പുതിയ പേനയൊക്കെ ആയിട്ട് പോയി ഇൻ്റർവ്യൂവിന് പോയി ഇത്രയൊക്കെ ചോദിച്ചു. ഞാൻ വെളിയിലിറങ്ങി. കുറച്ച് കഴിഞ്ഞിട്ട് ആ ഡോക്ടറിനെ തിരിച്ച് വിളിച്ചിട്ട് ചോദിച്ചു, അതെ ഇന്ന് തൊട്ട് ഒന്ന് ജോലിക്ക് കയറി നോക്കുന്നോന്ന് ചോദിച്ചു, ഒന്ന് ജസ്റ്റ് ഒന്ന് എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്.
അന്ന് എന്നോട് അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു കോട്ടൊന്നും വല്ലതും ഉണ്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കോട്ടായിട്ടാണ് വന്നേക്കുന്നത്, പേനായും കോട്ടും ഒക്കെ ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞാൽ റിസപ്ഷനിലെ ചേച്ചിയോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ പഠിക്ക്, കോട്ടൊക്കെ ഇട്ട് പതുക്കെ ജോലിക്ക് തുടങ്ങിയല്ലോ. അന്ന് എന്നോടൊരു ഹാഫ് ഷിഫ്റ്റ് തുടങ്ങിയതാണ്. ഇപ്പം 2 വർഷമായിട്ട് ഞാൻ ആ ക്ലിനിക്കിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യുകയാണ്. പിന്നെ ഉള്ളതിൻ്റെ സാക്ഷ്യം എന്ന് വെച്ചാൽ ഞാനിപ്പം ഞാൻ എൻ്റെ 2 വയസ്സ് തൊട്ട് നിൽക്കുന്ന വീടുണ്ട്. അവിടെ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ, അതായത് അത്യാവശ്യം കണ്ട പഴയ ഒരു വീടാണ്, അതിൽ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും അല്ലെ ആരെങ്കിലും ഒക്കെ വിളിച്ചാലും അതൊന്നും കറക്റ്റായിട്ട് വരത്തില്ല. അവരെപ്പോഴും ലാഗ് അടുപ്പിച്ച് നിൽക്കും, ഒന്നും വരത്തില്ല. പിന്നെ സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ടും കൂടെ ഉണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഉടമ്പടി ഉപ്പെടുത്തു. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഉടമ്പടി ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി വീടിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നങ്ങിടും, എല്ലാ ദിവസവും ഇടും. അതൊരു 2 ദിവസം അങ്ങാണ്ട് ഇട്ടതേ ഉള്ളൂ. വരേണ്ടവരൊക്കെ കറക്റ്റായിട്ട് വന്നു. തീരേണ്ട ജോലി, ഞാൻ ഇത്രയും വർഷമായിട്ട് നോക്കിയിരുന്നിട്ട് നടക്കാത്ത ജോലി പടപടെ വിത്തിൻ 2 വീക്സ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഒരു 2 ബാത്റൂമ്, എക്സ്റ്റൻഷൻ റൂമ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാം പെട്ടെന്നായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും പ്രശ്നം എൻ്റെ വിവാഹക്കാര്യമായിരുന്നു. വിവാഹക്കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാട്രിമോണിയിലൊക്കെ ഇടുമ്പം എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുമ്പോഴും ചോദിക്കുന്ന എൻ്റെ അമ്മയുടെ ഒരു ബുദ്ധിമുട്ട് ജനറ്റിക്കലി, അതുകൊണ്ട് നിങ്ങൾക്കും വരാവോ എന്നുള്ള പേടി, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. അപ്പോൾ കുറേ തവണയായിട്ട് അങ്ങനത്തെ ആ ഒരു കേൾവി കേട്ട് ഞാനും എടുത്തു. പിന്നെ എൻ്റെ അമ്മയ്ക്കും സങ്കടമായി. ഇപ്പം ഞാൻ പിന്നെ ലാസ്റ്റ് ഒരാളും കൂടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കല്യാണമൊന്നും കഴിക്കേണ്ട, ഇതിങ്ങനെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ എൻ്റെ കാര്യമില്ലല്ലോ എന്ന്. അപ്പം ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എൻ്റെ ആൻറ്റിയുടെ അടുത്താണ് പറഞ്ഞത് ആദ്യം. എന്നുവെച്ചാൽ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ പ്രാർത്ഥിച്ചിട്ട് ഒരുങ്ങി എനിക്കുള്ള ആളാണെങ്കിൽ മാത്രം ഇനി ഞാൻ ഫോണിൽ സംസാരിക്കൂ എന്ന് പറഞ്ഞു. അപ്പം പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും അപ്പോഴും എനിക്ക് ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞു, എനിക്ക് ആളുടെ ഒരു റിക്വസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു ഒന്ന് സംസാരിച്ച് നോക്ക്. ഞാൻ സംസാരിച്ചു, വീട്ടിലുള്ളവരുമൊക്കെ സംസാരിച്ചു. പക്ഷേ എനിക്കൊരു ഉള്ളിലൊരു പേടി, ഇനി പോകെ വരുമ്പോൾ വല്ലോ ബുദ്ധിമുട്ട് അമ്മയുടെ പറയൂ അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ പറയൂ. കാരണം ഞാൻ മടുത്തു, കുറേ ആയി, 1-2 വർഷമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞാൽ മടുക്കും. അപ്പോഴത്തേക്കും ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ആൻറ്റി ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്, ആൻറ്റി നല്ല വിശുദ്ധമായിട്ടാണ് ഉടമ്പടി ജീവിതം നയിക്കുന്നത്. അപ്പം ഞാൻ ആൻറ്റിയോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ആൻറ്റിയോട് സംസാരിച്ചപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, ആൻറ്റി എന്തേലും ഒരു അടയാളം വേണം, അല്ലെന്നുണ്ടെങ്കിൽ എന്തേലും ഒരു സിമ്പൽ വേണം, എനിക്കുള്ള ആളാണെന്നുള്ളത് എനിക്ക് മാതാവ് കാട്ടിത്തരണം, അതാണ് എൻ്റെ ഒരു ഇത്. അപ്പം അങ്ങനെ ആൻറ്റിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു എന്തേലും ഒരു കളറോ, ഇവിടെ ഞാൻ സാക്ഷ്യമൊക്കെ കേൾക്കും ബ്ലൂ അല്ലെ ഗ്രേ അല്ലേ എന്തെങ്കിലും ഒരു കളർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പൽ അല്ലെ ഒരു ഇത് തോന്നുന്നു, അത് വെച്ചാണ് എല്ലാവരും പറയുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത്, അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ ജന്മദിനമാണ്, അതിനു മുന്നേ എനിക്കൊരാളുടെ കറക്റ്റായിട്ട് ഇന്ന ആളാണെങ്കിൽ എനിക്ക് അതിന് മുന്നേ അതിൻ്റെ എന്തെങ്കിലും ഒരു സിമ്പൽ, അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് നടത്തി തരണമെന്ന് പറഞ്ഞു. അപ്പം അത് ബാക്കി ആൻറ്റി പറയും എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ പേര് മറിയ ജേക്കബ്, ഞാൻ കാനഡയിലാണ്. പറഞ്ഞ പോലെ അവളുടെ ഫാദറിൻ്റെ സിസ്റ്റർ, ഇളയ സിസ്റ്ററാണ്. എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. ലിജ പറഞ്ഞതുപോലെ അവളുടെ പ്രൊപ്പോസൽ എൻ്റെ തുടക്കത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഈ പ്രൊപ്പോസൽ വന്ന് ഇവർ പ്രൊസീഡ് ചെയ്യാമെന്ന രീതിയിലായപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞിരുന്നു, ആൻറ്റി പ്രത്യേകം പ്രാർത്ഥിക്കണം, ഇത് എനിക്ക് തന്നെയുള്ള തീരുമാനമെടുക്കാനുള്ള ആളാണോ എന്നെനിക്കൊരു സൈൻ അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം വേണം. അപ്പോൾ അത് ഡേറ്റ് പറയുവാണെങ്കിൽ ജൂലൈ 20 ഒരു ഞായറാഴ്ചയായിരുന്നു. ഇവർ അത് തീരുമാനിക്കാൻ ഉദ്ദേശിച്ച ദിവസമാണ് ജൂലൈ 20 ആയിരുന്നത്. അന്ന് ഞങ്ങൾ രാവിലെ ഈ ജോസഫ് അച്ഛൻ നയിക്കുന്ന അവർ ഡെയിലി ബ്രെഡ് മോർണിംഗ് പ്രെയറിൽ ഞാൻ എല്ലാ ദിവസവും അത് തുടങ്ങിയ നാൾ തൊട്ട് ഒരു മുടക്കം കൂടാതെ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ അത് കൂടി അന്നവളുടെ അന്നത്തെ രാവിലത്തെ പ്രാർത്ഥനയിൽ അത് നിയോഗമായിട്ട് വെച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൽ ആ കാര്യം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബ്ലെസ്സിങ്ങാണ് റിസീവ് ചെയ്തത്. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാനൊരു ചെറിയ മയക്കത്തിൽ ഒരു മണിക്കൂർ നേരത്തോളം ഒന്ന് കിടന്നു. ആ ഉറങ്ങിയ സമയത്ത് എനിക്ക് സ്വപ്നത്തിൽ മാതാവ് അതിനുള്ള അടയാളം സ്ഥിരീകരണമായിട്ട് നൽകി. അത് ഇവൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ ഇങ്ങനെയായിരുന്നു അത്. ഞാൻ ഉറക്കത്തിൽ പെട്ടെന്ന് വീടിൻ്റെ പുറകിലായിട്ട് മാതാവിൻ്റെ സ്റ്റാച്യു നീല കാപ്പയിൽ പൊതിഞ്ഞ് കൈകൂപ്പി പ്രാർത്ഥിച്ച് നല്ല
പ്ലസൻറ്റ് ഫേസിൽ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന മാതാവിനെയാണ് കണ്ടത്. ഞാൻ വീടിന് പുറത്തോട്ട് ഇറങ്ങി പെട്ടെന്ന് കാണാനുള്ള ആഗ്രഹത്തിൽ തിടുക്കത്തിൽ ഓടി അങ്ങോട്ട് ചെന്നു. അപ്പോൾ ആ സ്റ്റാച്യുവിൽ നിന്ന് മാതാവ് താഴെ ഇറങ്ങി നടന്ന് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഇടത്ത് തോളിൽ കൈ തൊട്ട് എന്നെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തതെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഓടിപ്പോയി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം നടന്നു. അപ്പം ചോദിച്ചു, വേറെ ആരോടെങ്കിലും പറഞ്ഞോ? ഞാൻ ആദ്യം പറഞ്ഞത് ഹസ്ബൻഡിനോടാണ്, കാരണം വീട്ടിൽ ഇവരോട് പറയണമെങ്കിൽ ഇവിടെ വിളിച്ച് പറയണം. പക്ഷേ ഉടനെ തന്നെ വിളിച്ച് ഞാൻ ഇവളോടും ഇവരുടെ പേരൻസിനോടും അത് പറഞ്ഞു. അങ്ങനെയാണ് അവർക്ക് അതിനുള്ള ഒരു പോസിറ്റീവ് ഇതായിട്ട് അവരതിനെ എടുത്തത്. അതുകൂടാതെ തന്നെ സോജറ്റ് കാനഡയിലാണ്, ഞങ്ങളാണ് അവൾക്ക് ഉള്ള ഇമ്മീഡിയറ്റ് റിലേറ്റീവായിട്ട്. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, നിങ്ങൾ പോയി സോജസ്റ്റുമായിട്ടൊന്ന് കാണുക, ഇവർ കാണുന്നതിന് മുന്നേ ഉള്ള ഒരു പോസിബിലിറ്റി അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഡേറ്റ് തീരുമാനിച്ചു. എല്ലാം ഒരാഴ്ചയ്ക്കകം തീരുമാനിച്ചുറച്ച് ഞങ്ങൾ കാണാൻ മീറ്റ് ചെയ്യാനിരുന്ന ദിവസം ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഉച്ചയ്ക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒരുങ്ങി ഇറങ്ങി. അപ്പോൾ എൻ്റെ മൂത്ത മകൻ വന്നേച്ച് ചോദിച്ചു, അമ്മ എന്താ ഇപ്പം പ്രാർത്ഥിച്ചിട്ട് പോകുന്നത്, എന്തെങ്കിലും സ്പെഷ്യലാണോ? ഞാൻ പറഞ്ഞു, അതേ സ്പെഷ്യലാണ്. അവനും അറിയാം ഞാൻ ഈ ഉടമ്പടിയിലാണ്, ഉടമ്പടി ജീവിതം എങ്ങനെയാണെന്നൊക്കെ എന്നെ മിക്കവാറും ഓർമ്മിപ്പിക്കാനുള്ള ഒരു മകൻ തന്നെയാണ് അവനെ. അന്ന് കാണാൻ പോയപ്പം ഇവൾ ആഗ്രഹിച്ചിരുന്ന പോലെ തന്നെ നീല നിറത്തിൽ സ്ഥിരീകരണം നൽകി. ആ സോജറ്റുമായുള്ള ഞങ്ങളുടെ മീറ്റിങ്ങിൽ അതിനുള്ള ഒരു പോസിറ്റീവ് സൈനും നൽകി. നീല ഷർട്ട്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോ ചോദിച്ചോ ഒന്നുമല്ല, അതിപ്പോഴായിരിക്കും ഒരു പക്ഷേ സോജറ്റ് പോലും കേൾക്കുന്നത്. അങ്ങനെയാണ് അന്ന് വന്നിരുന്നെന്നുള്ള കാര്യം. അടുത്തതായി എനിക്കുള്ള സാക്ഷ്യമെന്ന് പറയാനാണ് എൻ്റെയും ഒരു ജോലിക്കാര്യം തന്നെയാണ്. 2023 എൻ്റെ ചെയ്തുകൊണ്ടിരുന്ന തുടർച്ചയായ ജോലിയിൽ നിന്ന് മാറി വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് മാറേണ്ട സാഹചര്യം വന്നു. അത് നീണ്ടൊരു ഗ്യാപ്പായിരുന്നു, ഏകദേശം 1.5 വർഷത്തോളമുള്ളത്. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സഹോദരങ്ങൾക്കതൊരു വിഷമമായിട്ട് മാറി. എൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിലും ആരും പരസ്പരം പറഞ്ഞില്ല. പക്ഷേ ഇൻഡയറക്റ്റ്ലി ഞാനത് അറിഞ്ഞു. അപ്പോൾ എനിക്കും അതൊരു അസ്വസ്ഥതയായി. ഞാനത് ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റായിട്ട് ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ ഓൾറെഡി ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു 2023 ജൂൺ മുതൽ. ആ ഉടമ്പടി ജീവിതത്തിൽ കയറി ഉടമ്പടിയെ പറ്റിയും ഉടമ്പടിയുടെ ആത്മീയതയും അതിൻ്റെ പ്രസക്തിയും എല്ലാം മനസ്സിലാക്കി പതിയെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ജോസഫ് അച്ഛൻ്റെ ഷെക്കിന TV കൊടുത്ത ഇൻ്റർവ്യൂ 12 എപ്പിസോഡ്, എല്ലാ എപ്പിസോഡും ഒരു ഇടയില്ലാതെ ഞാൻ മുഴുവൻ കണ്ട് അതിനെക്കുറിച്ചുള്ള രീതിയിലും അതിൻ്റെ എല്ലാ വിശദീകരണങ്ങളും അങ്ങനെ കൂടുതലായിട്ട് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ആർക്കെങ്കിലും ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അച്ഛൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവും കൂടെ നിങ്ങൾ കാണുന്നത് ഒത്തിരി ഉപകാരപ്രദമായിരിക്കുമെന്ന്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടിയിലോട്ട് തുടങ്ങിയത്. ഞാൻ ഓൾറെഡി ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് ഈ ജോലി ഇല്ലായ്മയോ അൺഎംപ്ലോയ്മെൻറ്റോ ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷേ എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു കൺസേൺ കാരണമാണ് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടത്. ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു. തികച്ചും വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസാണ്, ഫീൽഡ് തന്നെയാണ് ഞാൻ ചെയ്തിരുന്നത്. വന്ന ഇൻ്റർവ്യൂ കോള് December 7th മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസമായ December 7th 8th ഇൻ്റർവ്യൂ. വിതിൻ 4 days അത് ജോലി കൺഫേമായി. ടൈം ഷോർട്ടനിങ് എന്ന ഫീച്ചർ, ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഫീച്ചർ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു അതിൻ്റെ റെഫറൻസ് ചെക്ക് എല്ലാം നടന്നത് സാറ്റർഡേ 9 PM ആണ് എനിക്ക് കോൾ വരുന്നത്, കംപ്ലീറ്റ് യുവർ റെഫറൻസ് ചെക്ക്. ബിക്കോസ് ഈ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ് ദിസ് ഈസ് ദ ലാസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ കൺഫർമേഷൻ തന്നത്. അങ്ങനെ 4 ദിവസത്തിനകം ആ ജോലി കൺഫേമായി. അതാണ് അടുത്ത കാര്യം. പിന്നീടുള്ളത് 2024 ജൂണിൽ ജോസഫ് അച്ഛൻ കാനഡയിൽ വെച്ച് ഉടമ്പടി ധ്യാനം നടത്തിയിരുന്നു. ഇതിനെപ്പറ്റി അച്ഛൻ ഈ ചൊവ്വാഴ്ചയുള്ള ഇവിടെ നിന്നുള്ള ഉടമ്പടി ധ്യാനത്തിൻ്റെ അറിയിപ്പ് സമയത്ത് ആദ്യമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞ് അന്ന് തുടങ്ങി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്
മധ്യസ്ഥം യാചിച്ചു. അതായത് ഞങ്ങളുടെ കുടുംബമായിട്ട് ആ ധ്യാനത്തിൽ പങ്കുകൊള്ളണമെന്നും ഉടമ്പടി എടുക്കണമെന്നുള്ള ഒരാഗ്രഹത്തോടുകൂടി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ എന്നതാ എവിടെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. മെയ് 30 അതിനുള്ള രജിസ്ട്രേഷൻ ലിങ്ക് ഓപ്പണായി. എനിക്കൊരു ഫ്രണ്ട് അത് അയച്ചു തന്നു. അന്ന് രാത്രി തന്നെ മിഡ്നൈറ്റിൽ 00:00 മിഡ്നൈറ്റിൽ ഞാൻ അതിന് രജിസ്റ്റർ ചെയ്തു. ആ രാത്രിയിൽ തന്നെ സ്വപ്നത്തിൽ ജോസഫ് അച്ഛൻ വഴിയായി ഈശോ എന്നെ അനുഗ്രഹിച്ചു. സ്വപ്നം ഇതായിരുന്നു: അച്ഛൻ ധ്യാനം നയിക്കുന്നു. ഞാൻ ആ ഹാളിലേക്ക് കയറി ഒരു സീറ്റിലിരുന്നു. ആ സീറ്റിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ എന്നെ മുന്നോട്ട് വിളിച്ചു. ഞാൻ നടന്ന് അച്ഛൻ്റെ അടുക്കൽ ചെന്നു. അച്ഛൻ അവിടെ ഒരു കസേരയിലിരുന്നു. ഇരുന്നപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ മുട്ടുകുത്തി അവിടെ തല കുനിച്ച് നിന്നു. അച്ഛൻ എന്നെ ഏറ്റവും വാത്സല്യത്തോടെ അനുഗ്രഹിച്ചു. അതെനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തു. സ്വപ്നമായിരുന്നെങ്കിൽ പോലും അനുഗ്രഹിച്ച ഉടനെ തന്നെ ഞാൻ തലപൊക്കി അച്ഛൻ്റെ മുഖത്ത് നോക്കി. അച്ഛൻ്റെ മുഖത്ത് ഞാൻ കണ്ടത് ഏറ്റവും ക്ഷീണിതനായ ഈശോയുടെ തിരുമുഖമാണ് അച്ഛനിൽ ഞാൻ കണ്ടത്. അതെൻ്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് വന്നു. ആ ജൂൺ 23 ഉടമ്പടി ധ്യാനം നടന്ന ദിവസം ഞങ്ങൾ കുടുംബമായിട്ട് പോയി ഉടമ്പടി ധ്യാനം കൂടി ഉടമ്പടി എടുത്ത് പുറം രാജ്യങ്ങളിൽ അച്ഛൻ പറയാറുള്ളത് പോലെ ഉടമ്പടി എടുക്കുമ്പോൾ കാശുരൂപവും വെഞ്ചരിച്ചു ബ്ലസ് ചെയ്ത് തരുന്നത് അച്ഛനാണ്, ജോസഫ് അച്ഛനാണ്. അപ്പോൾ അച്ഛൻ അത് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ഞങ്ങളെയും അനുഗ്രഹിച്ചു. പക്ഷേ എൻ്റെ ടേൺ ആയപ്പോൾ എനിക്ക് ഉടമ്പടി കാശുരൂപം കയ്യിൽ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ബ്ലെസ്സിങ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് ഞാനിത് റിയലൈസ് ചെയ്യുന്ന പോലും എൻ്റെ കയ്യിൽ കാശുരൂപമില്ലയെന്ന്. കാശുരൂപമില്ലാതെ ഞാൻ വീട്ടിലോട്ട് പോവുകയില്ലെന്നുള്ള കാര്യം ഹസ്ബൻഡിന് മനസ്സിലായി. ഞാനിങ്ങനെ മെൻഷൻ ചെയ്തപ്പം പുള്ളി പോയി ധ്യാനം അറേഞ്ച് ചെയ്തിരുന്ന ബ്രദർ സുരേഷിനോട് ഇത് പോയി പറഞ്ഞപ്പം പറഞ്ഞു, നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അച്ഛൻ ഇതിൻ്റെ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ പോയി ചോദിക്കാം, അച്ഛനോ യെസ് പറയുവാണെങ്കിൽ വന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ശരി, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഒരു ടീ ബ്രേക്ക് എന്ന പോലെ ഒരു 5 മിനിറ്റ്സ് അച്ഛൻ അവിടെ ഇരുന്ന സമയത്ത് ആ ബ്രദർ പോയി ചോദിച്ചിട്ട് വന്നു പറഞ്ഞു, അച്ഛൻ വിളിക്കുന്നുണ്ട്, തിരിച്ചു വന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓടി. ലൈനിലെ ആൾക്കാർ എല്ലാവരും ബ്ലെസ്സിങ്ങിന് വേണ്ടി നിൽക്കുന്ന എന്നെ അച്ഛൻ എന്നെ ഓൾട്ടറിൻ്റെ പുറകിൽ നിന്ന് വിളിച്ച് അങ്ങനെ എന്നെ ഞാൻ അച്ഛൻ്റെ അടുക്കലോട്ട് നടന്ന് ചെല്ലുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, സോറി മോളെ, നിങ്ങൾ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു, എത്ര നേരമായി ഞാൻ നിങ്ങൾക്ക് ബ്ലെസ്സിങ് തന്ന് പെറ്റിട്ട്. അങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും കരഞ്ഞു. കാരണം 1 മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പേ ഇത്രയൊരു ഗ്രൂപ്പിൽ ഞാൻ കയറി അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് പോയെന്ന് അച്ഛൻ എൻ്റെ മുഖം ഓർത്തിരിക്കാൻ ഞാൻ ആരാണ്? അതാണ് ഞാൻ ഓർത്തത്. അതാണ് ഞാൻ കരഞ്ഞതിൻ്റെ കാര്യവും. അപ്പോഴാണ് ഞാൻ കണ്ണ് തുറന്ന് അച്ഛൻ്റെ മുഖത്ത് നോക്കുന്നത്. അച്ഛൻ ഇവിടുന്ന് യാത്ര ചെയ്ത് നല്ല ടയേർഡാണ്. ഈ ലോങ് ട്രാവൽ കഴിഞ്ഞിട്ട് 3 ദിവസം ഒരു ബ്രേക്കില്ലാതെ ധ്യാനം കഴിഞ്ഞ് പിറ്റേ ദിവസം അച്ഛൻ തിരിച്ചു പോരുകയും ചെയ്യാണ്. ആ ധ്യാനത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനും അതിനുണ്ടായ തടസ്സങ്ങളും എല്ലാം ആ ധ്യാനത്തിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതിന് അച്ഛൻ പറയുണ്ടായി, ഒത്തിരി ആൾക്കാരുടെ മധ്യസ്ഥ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് കാനഡയിൽ ഈ ധ്യാനം നടക്കാനിടയായെന്ന്. അത് ശരി തന്നെയായിരുന്നു. കാരണം ബ്രദർ വിജയകുമാരൻ അവിടെ വരാനായിട്ടുള്ള വിസ തടസ്സങ്ങൾ അത്രയുണ്ടായിരുന്നു. അതിലുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ലിങ്ക് അയച്ചു തന്ന എൻ്റെ ഫ്രണ്ടിന് അവർക്ക് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് പിന്നീട് നോക്കിയപ്പോൾ അവർക്കത് സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഓർത്തു, എനിക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിങ് എത്രയോ വലുതാണെന്നുള്ള കാര്യം. കാരണം എന്നെ സഹായിച്ചത് അവരാണ്. പക്ഷേ അവർക്ക് അവർ താമസിച്ചു പോയതായിരിക്കാം ഒരു പക്ഷേ, കാരണം അത് ലിമിറ്റഡ് നമ്പർ ആയിരുന്നതുകൊണ്ട്. ഇത് എൻ്റെ ഒരു നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി കെയർ നേഴ്സിംഗ് ആണ് ഏറ്റവും ഉചിതമായത് എന്ന് ഞാൻ പറയാം. കാരണം ഈ ഉടമ്പടി ജീവിതം നയിക്കാൻ പറ്റിയത് ഇതിലും വലിയൊരു ഫീൽഡ് എനിക്കറിയില്ല. എൻ്റെ ഇതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ജോലി ഇങ്ങനെ മാറിയത്? എത്രയ്ക്ക് വലിയ ബെനിഫിറ്റ്സ് ആണോ അതോ അത് സാലറിയാണോ? ഞാൻ പറഞ്ഞു, ബെനിഫിറ്റ്സും സാലറിയും ഒന്നും എനിക്ക് പറയാനില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, ഉടമ്പടി ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉചിതമായ ഒരു ഫീൽഡെന്ന് എനിക്ക് തോന്നിയത്. കാരണം കാണുന്ന ക്ലയൻസ് അവരെങ്ങനെ പേര് പറയും, പക്ഷേ പേഷ്യൻസ് ഒരാളെ അല്ല, ആ ഒരു കുടുംബത്തെ മൊത്തം നമ്മളറിയും.
അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഹെൽപ്പും അവർ ചെയ്തു വരുമ്പോൾ ചിലപ്പം കാത്തലിക്കായിട്ടുള്ള പേഷ്യൻസിന് അവരുടെ സാക്രമെൻ്റൽ ലൈഫിന് അതിനെ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ കുർബാനയ്ക്കും വിശുദ്ധ കുമ്പസാരത്തിനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത് അതിനെ അവരെ ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ മേലാത്ത അത്രയും അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. അത് ഓരോ പ്രാവശ്യവും ഞാൻ ഇങ്ങനെ ഈ കമ്മ്യൂണിറ്റി കെയർ ആയതുകൊണ്ട് ഹോം വിസിറ്റ്സ് ആണ് കൂടുതലായിട്ടും. അങ്ങനെ പോകുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, തേൻ പേഷ്യൻസിൻ്റെ ആവശ്യമനുസരിച്ച് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അവരോട് പറയാറുമുണ്ട്. ഞാനപ്പോൾ ഇത് കൊടുത്ത് കുരിശ് വരച്ചിട്ടാണ് ഓരോരുത്തർക്കും ചെയ്യുമ്പോൾ കൊടുക്കാറുള്ളത്. എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ കെയർ ചെയ്യുന്ന സമയത്ത് വരുവാണെങ്കിൽ ഞാൻ ആദ്യം എടുക്കുന്നത് ഉടമ്പടി തൈലം എടുത്ത് ഞാൻ തന്നെ എന്നെ കുരിശ് വരച്ച് പ്ലസ് ചെയ്തിട്ടാണ് എല്ലാ ദിവസവും വീട്ടിൽ പോകുന്നത്. ആദ്യം ആ വ്യക്തിക്ക് കൊടുക്കും, പിന്നെ ഈ ഉപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് വായിൽ കൂടെ എടുക്കാവുന്നവരാണെങ്കിൽ കൊടുക്കും. അങ്ങനെ തന്നെ പേഷ്യൻസിന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രിൻ്റ് ഔട്ട് എടുത്ത് അവരവർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതല്ല, ഗൂഗിൾ ട്രാൻസ്ലേഷനിലാണത്. പക്ഷേ ഞാൻ ഇംഗ്ലീഷിലും അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടും അവരുടെ ഓൺ ലാംഗ്വേജിലുമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് രണ്ടും കൊടുക്കാറുണ്ട്. കാരണം ചിലരെന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നീ ഈ തരുന്നത് അങ്ങനെയും കൂടെ തരാമോ എന്ന് ചോദിച്ചിട്ട്. അത് ഞാൻ മോർ ദാൻ 2 years സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്ന 1-2 ഫാമിലീസുണ്ട്. അങ്ങനെ അവർ അത് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ഓർക്കും, ഞാൻ ഇടയ്ക്കെങ്ങാനും വിട്ടുപോയാൽ പോലും ഈ ഒരു 82 വയസ്സായ ഈ മനുഷ്യൻ ഇപ്പോഴും ഇതെല്ലാ ദിവസവും ചോദിച്ച് മേടിച്ച് പ്രാർത്ഥിക്കുന്നെന്ന്. അവർക്ക് ഇതിനെപ്പറ്റി യാതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. കൃപാസന മാതാവും അല്ലാതെ ഈ പ്രത്യക്ഷീകരണവുമൊക്കെ അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ കുടുംബത്തിലും കാണാറുണ്ട്. അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഇത് കണ്ടിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം അവരോട് നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ലിമിറ്റ് ചെയ്ത കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഫാമിലി മെമ്പേഴ്സ് അവരുടെ തന്നെ ഫാമിലിയിലുള്ള ഈ വ്യക്തിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ ചേഞ്ച് കണ്ടിട്ട് എന്നോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ കയ്യിൽ ആ ബ്ലെസ്ഡ് ഓയിലുണ്ടോ, എനിക്കൂടെ ഒന്ന് തരാമോ? ചിലപ്പം ചില ഇഞ്ചുറി വന്നു കഴിഞ്ഞ് കഴിയുമ്പം അവർ അൺഎക്സ്പെക്റ്റഡായിട്ട് വന്ന സമയത്ത് അവർക്കൊരു പേടിയാണ്, എന്തുമാണ് ഇനി ഡോക്ടറെ അടുക്ക പോയി പറയാൻ പോകുന്നതെന്ന്. അങ്ങനെ ഒന്നല്ല പല പ്രാവശ്യം അവരെന്നോട് വന്ന് കാരണം ഞാൻ അങ്ങോട്ട് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിരുന്നു. പക്ഷേ അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ആ ഓയിലൊന്ന് തന്ന് നീ പ്രാർത്ഥിക്കാവോ എന്ന്. അങ്ങനെ അവർക്ക് തന്നെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഉടമ്പടി തൈലം പുരട്ടി പോയി ഡോക്ടറെ കണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നത്തിങ് നെഗറ്റീവ്, ഓൾ പോസിറ്റീവ് എന്ന് പറഞ്ഞ് തിരിച്ചു വന്നത്, സന്തോഷകരമായിട്ട് വന്നതും ഉള്ള ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ആത്മീയ ജീവിതത്തിൽ ഉടമ്പടിയിലായത് അന്ന് മുതൽ വിശുദ്ധ കുർബാനയിലുള്ള നിരന്തരമായ പങ്കുചേരൽ, അത് ഓരോ ഉടമ്പടി പുതുക്കലിലും ആത്മീയമായി പടിപടിയായിട്ട് ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഉയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ധ്യാനത്തിൽ നമ്മൾക്ക് പറഞ്ഞു തരാറുള്ളത് പോലെ, ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചറിഞ്ഞ് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആരോടെങ്കിലും ഉടമ്പടി എടുക്കുന്നവരോ പുതുക്കുന്നവരോ ഉടമ്പടി മുടക്കിയവരോടോ പറയാറുള്ള ഒരു കാര്യം, എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നത്, ഒരുങ്ങി വിശുദ്ധ കുമ്പസാരം കുർബാന നമ്മളെ തന്നെ ഒരുക്കി ഉടമ്പടി പുതുക്കുമ്പോൾ ദൈവം 10 മടങ്ങായിട്ട് ഉയർത്തി നമ്മളെ ആത്മീയമായി ഉയർത്തിയ ഉടമ്പടിയിലോട്ട് നയിക്കും. ഞാൻ ഈ 3 മാസം മുമ്പേ ഇവിടെ വന്നത് സാക്ഷ്യം പറയാനായിട്ടാണ് വന്നത്. സാക്ഷ്യം പറയാനായിട്ടുള്ള അന്ന് നടന്നില്ല. കാരണം ഇവരുടെ വിവാഹം ഇന്നലെയാണ് നടന്നത്. ഇതും ഈ സാക്ഷ്യവുമായിട്ടുള്ള ഒന്നിച്ചുള്ളതായത് കാരണം അത് കഴിഞ്ഞിട്ട് മതിയെന്ന് വെച്ചാണ് അന്ന് പറയാതിരുന്നത്. അന്ന് വന്നപ്പോൾ ഇതുപോലെ തന്നെ ഞങ്ങൾ 2 പേരും കൂടെയാണ് ഉടമ്പടി പുതുക്കിയത്. ഒരേ ഇതിലാണ് പ്രദക്ഷിണം പോയത്. ഞാനപ്പോൾ പ്രാർത്ഥിച്ചത്, മാതാവിനെ വഹിക്കാനുള്ള ഒരു കൃപ അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ഇവൾക്ക് കൊടുക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അന്ന് കിട്ടിയത് എനിക്കാണ്. പക്ഷെ ഞാനത് ഇവൾക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചിരുന്നത്. അത് അവൾക്കുള്ള സ്ഥിരീകരണവും അവൾക്കുള്ള ഒരു പുതിയ ജീവിതത്തിൻ്റെ ഇതുമായിട്ട് ഞാൻ അവരോട് പറഞ്ഞു. അവളുടെ മദറും അത് വിറ്റ്നസ് ചെയ്തതാണെന്ന്. ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കൂടെ പറയുന്നത്,
ഉടമ്പടി എടുത്തിട്ട് മുടക്കി പിന്നീട് അതെന്ത് ചെയ്യണമെന്നോ അല്ലെ എങ്ങനെ അതിനെ ക്യാരി ഓൺ ചെയ്യണമെന്നോ, ഇനി ഒരു 90 ദിവസം കഴിഞ്ഞിട്ട് ഇനി ഒന്നുകൂടി എന്തെങ്കിലും ചെയ്യണോ അതോ അതോടുകൂടി നിർത്തി, ഇങ്ങനെയൊക്കെ ഒത്തിരി സംശയത്തിലൊരിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്ന് ജാനുവരിയിലാണ് ഞാൻ പുതുക്കിയിട്ട് പോയത്. ഇപ്പോൾ പിന്നെയും വന്നത് ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടും ഇവരുടെ ഈ വിവാഹം കഴിഞ്ഞ് സാക്ഷ്യം ഇന്നലെ വിവാഹം കഴിഞ്ഞു, ഇന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടും കൂടിയായിട്ട് വന്നത്. ഞാൻ എല്ലാവരോടും പറയുന്നത്, എപ്പോഴാണേലും ഉടമ്പടി തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുടക്കം കൂടാതെ അത് സ്ഥിരതയോടെ നിന്ന് പുതുക്കണ സമയത്ത് പുതുക്കാനായിട്ട് നിങ്ങൾ എന്ന് ഒരുങ്ങുന്നോ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞത് വളരെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം അനുഭവിച്ചുള്ള വ്യക്തിയാണ്. അത് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിഞ്ഞിരിക്കുന്നവരെയോ ഞാൻ സമയമെടുത്ത് വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഒരുക്കി അവരെ വിട്ട്, അങ്ങനെ കുറേ ഫ്രണ്ട്സും ഇങ്ങനെ ഉടമ്പടി മുടങ്ങിയിട്ട് ഇതെങ്ങനെയാണ് അത് പുതുക്കേണ്ടതെന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാത്തവരെയും സഹായിക്കാനും ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെയുള്ളൊരു പ്രത്യേകമായ കൃപ മാതാവിലൂടെ ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടും കൊടുത്തിട്ടുമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലും അത് പരസ്പരം ഇപ്പോൾ ഇന്നലെ ഇവളുടെ വിവാഹം നടന്നു. ഞങ്ങളുടെ വീട്ടിൽ ആക്ച്വലി ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ബാക്കി എന്തിനേക്കാട്ടിലും കൂടുതൽ സംസാര വിഷയമായത് കൃപാസനവും ഉടമ്പടിയും ഈ ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും സാക്ഷ്യങ്ങളുമായിരുന്നു. ആരെങ്കിലും വീട്ടിൽ വന്നവരോടോ അല്ലെങ്കിൽ കുറേ നാളുകൾ കഴിഞ്ഞ് കണ്ടവരോടോ എല്ലാവരോടും പറയാനുണ്ടായിരുന്ന ഇതായിരുന്നു. ലിജായാണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് പോലും ഇവിടെ വന്ന് കൃപാസനം പത്രം മേടിച്ച് അവളുടെ പ്രേക്ഷിത പ്രവർത്തനം അത് നടത്തിയാണ് ഇന്നലെ ഒരുങ്ങി വിവാഹത്തിനായിട്ട് പോയി. അത് മംഗളകരമായി നടത്തി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. പത്രം വാങ്ങിച്ചിട്ട് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ വന്ന ദിവസം തൊട്ട് പിറ്റേ ദിവസം 2 ദിവസത്തിനുള്ളിൽ ഞാൻ എല്ലായിടത്തും പത്രം കൊടുക്കും. പത്രം കൊടുക്കുന്ന വെച്ചാൽ ഞാൻ എല്ലാവരോടും പറഞ്ഞാണ് പത്രം കൊടുക്കുന്നത്. വായിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ചേച്ചി ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വാങ്ങിച്ചോളാം. കളയാനാണെങ്കിൽ കളയാൻ ഞാൻ തരത്തില്ല. കടയിൽ കൊടുക്കുമ്പോൾ ഞാൻ പറയും, സാധനം പൊതിയാനാണെങ്കിലും ഞാൻ തരത്തില്ല. വായിക്കണം, ഇത് വിശുദ്ധിയുള്ളൊരു വസ്തുവാണ്. ഞാൻ അങ്ങനെ അത്രയും കാര്യമായിട്ട് അത് കരുതുന്നത്. അപ്പം ഞാൻ അതും മറ്റുള്ളവരൊന്നും അത് ഞാൻ അങ്ങനെ ചോദിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പത്രം കൊടുക്കും. വായിക്കുന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചിങ്ങ് വാങ്ങിക്കും. എന്നിട്ട് ഞാൻ പറയും, ഇത് ഒരുപാട് പേർക്ക് പത്രം ചോദിച്ച് വാങ്ങിക്കുന്നവരുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരാൾക്ക് കിട്ടാതെ പോകും. അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ജോലി കിട്ടിയതെന്ന് പറഞ്ഞാൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഹിസ് ഗ്രേസ്, ഓൺലി ഹിസ് ഗ്രേസ്. കാരണം മാർക്കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ജോലി കിട്ടിയില്ല. അപ്പോൾ ഈ പത്രമൊക്കെ മേടിച്ച് ഞാൻ ഓരോ വീട്ടിലൊക്കെ ചെല്ലുമ്പം അവരവരുടെ അനുഭവങ്ങൾ നമ്മളോട് പറയും. അപ്പം നമുക്കും ഉടമ്പടി ജീവിതം എങ്ങനെ നയിക്കാമെന്നുള്ളത് അവരുടെ രീതിയിലും പറഞ്ഞു തരും. പ്രായമായവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ചിലർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ വായിക്കാൻ. ചിലരോടൊക്കെ ഞാൻ ഇതിലെ സാക്ഷ്യം അങ്ങോട്ട് പറയും. ഞാൻ കേട്ടത് അവർക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ളത് ഞാൻ അങ്ങോട്ട് പറയും. ഞാൻ ചില നേരത്തൊക്കെ 1 മണിക്കൂറോളം ഒരു വീട്ടിലൊക്കെ നിന്നിട്ടുണ്ട് ഇത് സാക്ഷ്യം പറഞ്ഞ് ഈ പത്രം കൊടുക്കുന്നതിന് വേണ്ടി. പിന്നെ എൻ്റെ കല്യാണക്കാര്യമാണെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു കല്യാണത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുന്നേ വീടിൻ്റെ മുന്നിൽ നീലത്തിരി തെളിച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ചെല്ലുന്ന ഏത് സ്ഥലത്താണെങ്കിലും, അതിപ്പം ഡ്രസ്സ് എടുക്കാനാണെങ്കിലും എന്തെടുക്കാനാണെങ്കിലും ഞാൻ ഇച്ചിരി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ആ കാര്യത്തിന് പോകാറുള്ളൂ. ആ കാര്യങ്ങളൊന്നും മുടക്കം വന്നിട്ടുമില്ല. അതൊരു പ്രത്യേക പവറാണ്. എന്ത് ചെയ്താലും പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ച്. ഞാനിപ്പം വിവാഹത്തിന് ഒരുങ്ങുന്നതിന് മുന്നേ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, അതിന് മുന്നേ പോയി നമുക്കൊന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ ജീവിതത്തിലോട്ട് കയറാനാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി പത്രം ഞാൻ ഒരു 3 കെട്ട് മേടിച്ച് ഞാൻ എല്ലായിടത്തും കൊടുത്തു. ഞാൻ ക്ലിനിക്കിൽ പോയാൽ അവിടെയും കൊടുക്കും. അവിടെ വരുന്ന പേഷ്യൻസിനോട് സംസാരിക്കും. കാശുരൂപം കാണുമ്പോഴേ എന്നോട് ചോദിക്കും ഉടമ്പടി എടുത്തതാണോ. അപ്പം ഞാനൊന്ന് അവരോട് സംസാരിക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ടേ എല്ലാ പേഷ്യൻസിനെയും തൊടാറുള്ളൂ. എനിക്ക് വലിയ കോൺഫിഡൻസ് ഉള്ള ആളൊന്നുമല്ല എല്ലാം ചെയ്യാം, എല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ളത്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിനെ തൊടത്തുള്ളൂ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നില്ല എത്രയും തെള്ള മാതാവേ, അല്ലെ അവരുടെ കാര്യങ്ങൾ ചിലരെന്നോട് ചോദിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എത്രയും തെള്ള മാതാവയോ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയാണ് ഞാൻ ഓരോ പേഷ്യൻസിനെ ചെയ്യുന്നത്. കാരണം ഞാൻ മൂലം ഒരാൾ എൻ്റെ അടുത്ത് വരുന്നത് അതെനിക്ക് ഒരാളെ ശുശ്രൂഷിക്കാൻ കിട്ടുന്ന അവസരമാണ്. അതുകൊണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു സെൻറ്ററിൽ ഇങ്ങനെ ഒരു നിശ്ചിത തുക വെച്ച് കൊടുക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും
പൈസ ഉണ്ടെങ്കിലല്ലേ സഹായിക്കാൻ പറ്റൂ. അങ്ങനെയല്ല, നമുക്ക് ഉള്ളതിൽ നിന്ന് കൊടുക്കണം എന്ന അച്ഛൻ ഒരു ഉടമ്പടി ധ്യാനത്തിൽ എന്ന് പറയുന്നത്. എല്ലാം കെട്ടിയിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്നൊന്നും നടക്കത്തില്ല. പിന്നെ ഈ പത്രം കൊടുക്കാനായിട്ടാണെങ്കിലും എനിക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് കൊടുക്കാൻ. കാരണം ഡോക്ടറാണല്ലോ, എങ്ങനെ ഇതൊക്കെ കൊടുക്കുന്നതെന്ന് വിചാരിക്കും. അപ്പം ഞാനെപ്പോഴും ദൂരയാത്ര ചെയ്യുമ്പോഴാണ്, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ പരിചയമില്ലാത്തവർക്കൊക്കെ കൊടുക്കും, അങ്ങനെ സംസാരിക്കും എന്നുള്ളത്. അത് കഴിഞ്ഞ് അച്ഛൻ ഒരു ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു, സ്റ്റാറ്റസ് എന്നതൊരു ഡീമെറിറ്റാണ്, അതൊന്ന് ഡീഗ്രേഡ് ചെയ്താൽ നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യും ദൈവമെന്ന്. അപ്പം ഞാൻ പിറ്റേ ആ ധ്യാനം കഴിഞ്ഞു വരുന്ന പത്രം മേടിക്കാൻ വന്ന ടൈം തൊട്ട് ഞാൻ ആദ്യം വീടിനായുള്ള അയൽവാസികളെ, നോൺ ക്രിസ്ത്യൻസ് അങ്ങനെയുള്ളിടത്ത് ചെന്ന് പത്രം കൊടുക്കും. അപ്പോൾ അവർക്ക് ഞാനൊരാൾ ഡോക്ടർ വന്ന് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴേ അത്ഭുതമാണ്. അപ്പം പിന്നെ എല്ലാ തവണ വരുമ്പോഴും എന്നോട് പറയും, കൊച്ചു പത്രം വാങ്ങിക്കാൻ പോയില്ലേ, ഞങ്ങൾക്കും കൂടെ പത്രം വാങ്ങിച്ചുകൊണ്ട് വരാം. ഞാൻ ചിലപ്പോൾ ഒരു കെട്ടൊക്കെ വാങ്ങിച്ച്, ചില നോൺ ക്രിസ്ത്യൻസൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, മോനെ ഒരു കെട്ട് പത്രം വാങ്ങിച്ചുകൊണ്ട് വരാമോ, ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് കൊടുക്കാൻ വേണ്ടിയാന്നൊക്കെ പറയും. അതൊക്കെ ചിലരൊക്കെ ഞാൻ പത്രം വാങ്ങിക്കുമ്പോൾ അപ്പം തന്നെ ഇരുന്ന് വായിക്കുന്നവരുണ്ട്. ചിലരെന്നോട് പറയും, ഇത് മൊത്തം വായിച്ചില്ല, ഒരു സമാധാനം വരത്തില്ലെന്ന് പറയും. അപ്പം അങ്ങനെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും ഒക്കെ. പിന്നെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നാൽ ഞാൻ പറയാറില്ല ആരോടും. എന്നെക്കൊണ്ട് ചെയ്യാവുന്നതാണെങ്കിൽ മാക്സിമം ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ ഉയർത്തിയതിന് 1000 നന്ദി. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടാണ് ജോലിക്ക് പോകുന്നത്. വിശുദ്ധ കുർബാനയിൽ ഞാൻ അന്ന് എൻ്റെ ഫ്രണ്ടിൽ വരുന്ന എല്ലാ പേഷ്യൻസിനെയും ഞാൻ മുന്നിൽ സമർപ്പിച്ചിട്ട്, അന്നത്തെ ദിവസം മുഴുവൻ സമർപ്പിച്ചിട്ടാണ് ഞാൻ കുർബാന സ്ഥാപനത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകാറുള്ളത്. പിന്നെ ഞാൻ സാക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ, സാക്ഷ്യം ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എൻ്റെ ബസ് യാത്രയാണ്. അപ്പം ഞാൻ ആ സമയത്തൊക്കെ സാക്ഷ്യങ്ങൾ ഇരുന്ന് കേൾക്കാറുണ്ട്. ഞാൻ ഒരു തവണ ഓർക്കുന്നുണ്ട്, ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഒരു സാക്ഷ്യം കേട്ട് വരികയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു അമ്മച്ചി വന്നിട്ട് ചോദിച്ചു, മോനെ ഇത് എന്നെ കൂടെ ഒന്ന് കേൾപ്പിക്കാവോ, ഞാൻ ഈ പത്രമൊക്കെ വായിച്ചിട്ടുണ്ട്, എനിക്ക് ഈ മൊബൈലൊന്നും ചെയ്യാൻ അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഹെഡ്സെറ്റ് അമ്മച്ചിയുടെ അടുത്ത് കൊടുത്തു. എൻ്റെ വീടെത്തുന്നവരെ അമ്മച്ചി അവിടെ അല്ല ഇറങ്ങാനുള്ളത്. അമ്മച്ചി അതിന് മുന്നേ എങ്ങാണ്ട് ഇറങ്ങി. അമ്മച്ചി എന്നോട് പറഞ്ഞാൽ അങ്ങാണ്ട് ഇറങ്ങാനുള്ളത്. പക്ഷേ ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പിന് തൊട്ട് മുന്നേ വരെ അമ്മച്ചി ഇരുന്ന സാക്ഷിയൊക്കെ കേട്ട്, അത് കഴിഞ്ഞിട്ട് അമ്മച്ചി ഇറങ്ങുന്നതിന് മുന്നേ ഒരു 2 മിനിറ്റ് മുന്നേ എന്നെ എന്നിട്ട് പറഞ്ഞു, അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങുക, മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു തലേ കൈവച്ചു. ഞാൻ ഒരു പത്രവും കൂടെ അമ്മച്ചിക്ക് കൊടുത്തു. അമ്മച്ചി ഒന്ന് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, അമ്മയുടെ അടുത്ത് ചെല്ലുമ്പം എൻ്റെ കാര്യം കൂടെ ഒന്ന് പറയണം, അമ്മയുടെ പേരൊന്നും എന്നോട് പറഞ്ഞില്ല, എൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കണം, മോൾ എന്ത് കാര്യമാണെങ്കിലും പ്രാർത്ഥിച്ചാലും സാധിച്ചോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അമ്മച്ചി പോയി. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാനിപ്പോൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പം ഉടമ്പടി തൈലം എടുത്ത് രോഗികൾക്കൊക്കെ നെറ്റി കുരിശ് വരച്ച് കിട്ടുമ്പോൾ ചിലരൊക്കെ പറയും, നല്ല ആശ്വാസം, മോനൊന്ന് പ്രാർത്ഥിക്കണം. അതൊന്നും എനിക്ക് ചിന്തിക്കത്ത് പോലുമില്ല, ഞാൻ ഒരാൾ പ്രാർത്ഥിച്ചാൽ ശരിയാവുമോ എന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അപ്പം ഉടമ്പടി ജീവിതം നയിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് എനിക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ വന്നത്. ഇനിയും മുന്നോട്ട് ഉടമ്പടി ജീവിതം ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളവരാണ്. സങ്കീർത്തനം 33:12 വചനമാണ്. ദൈവത്തെ സ്വന്തം ദൈവമായി സ്വീകരിക്കാനും ദൈവം തൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുക്കുവാനുമുള്ള യഥാർത്ഥ വ്യക്തികളാണ് ഭാഗ്യവാന്മാർ. ഒരുപക്ഷേ ഇന്നത്തെ ഈ ഭാഗ്യവാന്മാർ ഉടമ്പടി മക്കളാണ്. കാരണം മരിയൻ ഉടമ്പടിയിൽ നാം ദൈവത്തെ സ്വന്തം ദൈവമായി പ്രഖ്യാപിക്കുകയും ദൈവം നമ്മളെ സ്വന്തം ജനമായി തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഉടമ്പടി ഒരു ആത്മസമർപ്പണമാണ്, ഒരു ആത്മീയ ബന്ധമാണ്. ഉടമ്പടിയിൽ നാം ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ജീവിക്കാൻ നാം തീരുമാനിക്കുകയാണ്. പ്രശ്നങ്ങൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉള്ളത്. ദൈവത്തിൻ്റെ അവകാശപ്പെട്ട ജനങ്ങളായ ഉടമ്പടി മക്കൾ, ഈ മക്കളെ ദൈവം ഓരോരുത്തരെയും സംരക്ഷിക്കുകയും അവിടുത്തെ കരുതലിലാണ് അവർ ജീവിക്കുന്നത്. അവിടുത്തെ അനുഗ്രഹം അനുഭവിക്കുന്നവരാണ് ഉടമ്പടി മക്കൾ. ദൈവാനുഭവത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഡോക്ടർ ലിജ മരിയ ആൻഡ് ഹർ ആൻറ്റി മരിയ ജേക്കബ് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഡോക്ടർ ലിജ മരിയ പറഞ്ഞതുപോലെ ആദ്യമൊക്കെ ഉടമ്പടി പത്രം കൊടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം സ്റ്റാറ്റസ് നോക്കുമായിരുന്നു. പിന്നീട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ടോക്കിൽ കേട്ട പ്രകാരം സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഉടമ്പടി ഒരു ഡീമെറിറ്റ് ആവുമെന്നുള്ള ഒരു ഇൻസ്പിറേഷൻ വന്നപ്പോൾ എല്ലാം മറന്ന് പ്രേക്ഷിത പ്രവർത്തനമാണ് മുന്നോട്ടെടുത്തത്.
പിന്നീട് ഡോക്ടർ പറഞ്ഞത് ഡോക്ടറിന് എല്ലാ മെറിറ്റും ഉണ്ട്, എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട്, പക്ഷെങ്കിൽ ജോലി കിട്ടുന്നില്ലായിരുന്നു. ജോലി ഒരു നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഇൻ്റർവ്യൂവിന് പോയതിൻ്റെ ഫലമായിട്ട് ഡിസംബർ 7-ാം തീയതി പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ ഡോക്ടറിന് ഒരു നല്ല ജോലി കിട്ടി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഡോക്ടർ പറഞ്ഞതുപോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കാരണം എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടായിരുന്നു, പല പ്രാവശ്യം ഞാൻ ഇൻ്റർവ്യൂവിന് പോയിരുന്നു, പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഈ ജോലി കിട്ടിയെങ്കിൽ അത് ഈശോയുടെയും അമ്മയുടെയും ഒരു ഗ്രേസ് ആയിട്ടാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് ആൻറ്റിയുടെ ജോലിയും. പല സ്ഥലങ്ങളിലും ജോലിക്ക് പോയിരുന്നു, പക്ഷെങ്കിൽ അവിടെയും ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെയാണ് മകൾ മരിയ ജോസഫിനും ഈ സഹോദരിക്കും ജോലി ലഭിച്ച് ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. അവിടെയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ചെയ്യാവുന്ന ഒരു ജോലിയാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. ഉടമ്പടി മുന്നോട്ട് പോകുവാനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റാവുന്ന ഒരു ജോലിയാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ പരിശുദ്ധം അനുഗ്രഹിച്ച് കമ്മ്യൂണിറ്റി കെയർ നഴ്സായിട്ട് തന്നെയാണ് കാനഡയിലെ ജോലി നൽകി അനുഗ്രഹിച്ചത്. ഇവിടെയും ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ അനുഗ്രഹവും. ഈ മക്കൾ പ്രാർത്ഥിച്ചത് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരു അടയാളം ചോദിക്കുമായിരുന്നു, അമ്മ ഇത് അമ്മ തന്നതാണോ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങൾ ഉയർത്തമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടുപേർക്കും ഡിസംബർ 7-ാം തീയതി തന്നെയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട കൃപാസനം സന്നിധിയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഡിസംബർ 7. ആ ദിവസം തന്നെയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ അമ്മ സ്ഥിരീകരിച്ചുകൊണ്ടാണ് അമ്മ ഈ മക്കൾക്ക് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചത്. അതുപോലെ തന്നെയാണ് ഡോക്ടർ ലിജയുടെ വിവാഹകാര്യവും. വിവാഹത്തിന് മുമ്പ് വീടിൻ്റെ മെയിൻ്റനൻസ് വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചിരുന്നു, പക്ഷെങ്കിൽ അത് സാധിച്ചില്ല. ഒരു ദിവസം ഡോക്ടർ ഉടമ്പടി വസ്തുക്കളായ നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവിടെ ഇടപെടുകയും ആ ഭവനത്തിൻ്റെ മെയിൻ്റനൻസ് നടക്കുവാൻ സാധിച്ചു എന്നാണ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉപ്പിട്ട് പ്രാർത്ഥിച്ച് പെട്ടെന്ന് തന്നെ ടൈം ഷോർട്ടനിങ് അമ്മ ഇടപെടുകയും വളരെ പെട്ടെന്ന് തന്നെ ആ പണി പൂർത്തിയാക്കാൻ സാധിക്കുകയും വിവാഹത്തിന് വേണ്ടിയിട്ട് അമ്മ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഒരടയാളമാണ് ചോദിച്ചത്. ആൻറ്റി പ്രാർത്ഥിക്കുകയും ഈ മകൾക്ക് വേണ്ടി ഈ മകള് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇത് അമ്മ തന്നെ കൊണ്ടുവന്ന വിവാഹമാണോ, അമ്മ തന്നെ എനിക്ക് വെച്ച ഹസ്ബൻഡാണോ ബോയ് ആണോ എന്നറിയാനായിട്ട് മകൾ പ്രാർത്ഥിച്ചു ഒരടയാളത്തിനായിട്ട്. ആ സമയം തന്നെ ആൻറ്റിക്കും മകൾക്കും ഒരടയാളമാണ് കൊടുക്കുന്നത്. ഈ മകന് സോജൻ അന്ന് ഇട്ടിരുന്ന ഡ്രസ്സ് ബ്ലൂ ആയിരുന്നു. അപ്പോൾ മകൾക്ക് കൺവിൻസായി ഇത് അമ്മയുടെ ഒരു ഇടപെടലുണ്ട് എന്ന്. ആ മകൾ ആഗ്രഹിച്ച ആ അടയാളം തന്നെയാണ് അമ്മ കൊടുത്തത്. അതുപോലെ തന്നെയാണ് ആൻറ്റി അങ്ങനെ പ്രാർത്ഥിച്ചത്. മാതാവിൻ്റെ ഒരു സ്റ്റാച്യു കാണുകയും അന്ന് തന്നെ തീരുമാനമാവുകയുമായിരുന്നു ഇത് ഈശോയും അമ്മയും പ്ലാൻ ചെയ്ത് ഒരുക്കി തന്ന ഒരു മകനാണെന്ന്. ഈശോയോടും അമ്മയോടും നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി മക്കളാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ഈശോ മുൻകൂട്ടി പറഞ്ഞു തരുന്നതാണ് നാം കാണുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എന്തായാലും വരാൻ പോകുന്ന എല്ലാ കാര്യവും പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഘടികാരം നെഞ്ചിൽ ചാർത്തി വന്നപ്പോഴും സമയത്തിന് മേൽ അധികാരമുണ്ട് അമ്മയാണ്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമ്മുടെ ഭാവിയെപ്പറ്റി പോലും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അമ്മയാണ്. അമ്മ ഇടപെടണം. നമ്മൾ തീക്ഷ്ണതയോടെ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ തീർച്ചയായിട്ടും നമ്മുടെ ഓരോ കാര്യത്തിൽ ഇടപെടുകയാണ്. അങ്ങനെയാണ് ഈ മകൾ ആഗ്രഹപ്രകാരം വിവാഹം നടക്കുകയും ജസ്റ്റ് യെസ്റ്റർഡേ ഇന്നലെയാണ് വിവാഹം നടന്നത്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഹസ്ബൻഡുമായിട്ട് പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ടാണ് ഇന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ജോസഫ് അച്ഛൻ കാനഡയിൽ പോയപ്പോൾ ഈ മകള് മരിയ ഒക്കെ പ്രാർത്ഥിച്ചു. അച്ഛനെ സ്വപ്നം കാണുകയാണ് ചെയ്തത്. വളരെ ക്ഷീണിതനായ ജോസഫ് അച്ഛനെയാണ് ഈ മകള് സ്വപ്നത്തിൽ കണ്ടത്, അച്ഛൻ അനുഗ്രഹിക്കുന്നതായിട്ട് കണ്ടത്. അച്ഛൻ കാനഡയിൽ പോയപ്പോൾ മകൾക്ക് എല്ലാവർക്കും അച്ഛൻ കാശുരൂപം അവിടെ കൊടുക്കുന്നത്, കാരണം ലിമിറ്റഡ് നമ്പറാണ്. അവിടെ കൊടുത്തപ്പോൾ കാശുരൂപം എങ്ങനെയോ മിസ്സായിപ്പോയി, കിട്ടിയില്ല. വീണ്ടും ഈ മകൾക്ക് എന്താ തീരുമാനിച്ചു, എനിക്ക് കാശുരൂപമില്ല, ഞാൻ തിരിച്ചു പോകില്ല എന്ന്. അങ്ങനെ ആ സമയോചിതമായിട്ട് ഈശോയുടെ അമ്മയുടെ ഇടപെടലിലൂടെ അച്ഛനെ കാണുവാനും
അച്ഛൻ ഒരു സോറി പറഞ്ഞപ്പോൾ ഈ ആൾക്ക് ഒത്തിരി ഫീൽ ചെയ്യുകയും കാശ് രൂപ ലഭിക്കുകയും ചെയ്തു. അപ്പോഴാണ് അച്ഛൻ്റെ മുഖത്ത് കണ്ട ആ ഭാവം. 3 ദിവസ ധ്യാനത്തിന് അച്ഛൻ ക്ഷീണിതനായിരുന്നു. ആ ക്ഷീണിതനായ ആ ഫേസാണ് ഈ മകൾക്ക് സ്വപ്നത്തിൽ ഈശോയും അമ്മയും കാണിച്ചു കൊടുത്തത്. എപ്പോഴും ആ ധ്യാനത്തിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ അന്നു മുതൽ തുടങ്ങിയിരുന്നു. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും വിശുദ്ധമായ ജീവിതത്തിൻ്റെയും ഫലമായിട്ടാണ് ഓരോ വിദേശ രാജ്യങ്ങളിലുള്ള ഈശോയും അമ്മയും അറിയിക്കാനുള്ള ആ പ്രേക്ഷിത പ്രവർത്തനം, മിഷൻ പ്രവർത്തനങ്ങളിൽ അച്ഛന് സജീവമായിട്ട് പങ്കെടുക്കുവാനും മറ്റുള്ളവരെ അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ അച്ഛനുള്ള ആ ശക്തിയും നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലൂടെ ലഭിക്കുന്നുണ്ട്. അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ നമ്മൾക്ക് സ്വപ്നത്തിലൂടെ കാണിച്ചു തരികയാണ്. ഈശോയും അമ്മയും അച്ഛൻ്റെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ കൂടെയും ഈശോയും അമ്മയും വന്ന് അച്ഛന് കൂടെ നിൽക്കുവാനും അച്ഛൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ സജീവമായി പ്രവർത്തിക്കാനും മുന്നോട്ട് പോകുവാനുമുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്കും പ്രചോദനം നൽകുകയാണ്. കർത്താവ് ദൈവവുമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളതെന്ന് പറയുന്നത് ഉടമ്പടി മക്കളുടെ കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും കർത്താവ് ദൈവവുമായുള്ള ഒരു ജനമാണെന്ന് നമുക്ക് പറയുവാനും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതകളാണ് നമ്മളെന്ന് പറയുവാനുമുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൃപാസന മരിയൻ ഉടമ്പടിയിലൂടെ നാം ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മ നമ്മെ ദൈവസന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ ജനമായി നിലനിൽക്കാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഡോക്ടർ ലിജ മരിയ ജോസഫിനും മരിയ ജേക്കബിൻ്റെ കുടുംബത്തിന് ഈ 2 കുടുംബങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.